Hi everyone, it's me Sabit from Sabi Inspires. Welcome to new video vlog. Let's Grow പ്രോഗ്രാമിൻ്റെ പുതിയൊരു മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷബുൾ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചെറിയൊരു 5ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയുടെ മോട്ടിവേഷണൽ വീഡിയോ ആണ്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ആദ്യം പറയുകയാണെങ്കിൽ ആ സ്ലാങ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം ഈ കാസർഗോഡിൻ്റെ ഈ അറ്റം, അതായത് കർണാടക മാംഗ്ലൂരിനടുത്തുള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വിട്ല ഭാഗം എന്ന് പറയുമ്പോൾ സ്ലാങ്ങിൽ നല്ല മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല വേർഡ്സ്. പക്ഷേ എന്തായാലും ഒരു ചെറിയൊരു യൂട്യൂബർ എന്താ പറയുക, ആ ഒരു ഇതിൽ തന്നെ നല്ലൊരു എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ബിലോ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ കോൺടെസ്റ്റിൽ ഇനിയും പങ്കാളികളാവാൻ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പമുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ നല്ല രീതിയിലൊക്കെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് എഫേർട്ടും സ്ട്രഗിളൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ ടെലിഗ്രാമിലൂടെ നമുക്ക് അയക്കാവുന്നതാണ്. അതുപോലെ എന്താ പറയുക, ഫ്രീ പ്രൊമോഷൻ ഉണ്ട്, കോൺടെസ്റ്റ് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പറഞ്ഞ് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഷബിളിൻ്റെ ആ ഒരു മോട്ടിവേഷണൽ വീഡിയോ നേരെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷബിൾ. വെൽക്കം ടു സാബി ഇൻസ്പയർസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ആനയുടെ മോട്ടിവേഷൻ കഥ പറഞ്ഞു തരാം. ഒരു ടൂറിസ്റ്റ് തായ്ലാൻഡിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആനകളെ കണ്ടു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട് ആനകളുടെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാഴ്ച കണ്ടത്. ഈ വലിയ വലിയ ആനകളെല്ലാം കെട്ടിയിരിക്കുന്നത് ചെറിയ ചെറിയ കയറുകളിലാണ്. ഈ ആനകൾ ഒരു വലിച്ചാൽ തന്നെ ഈ കയർ കട്ടാവുകയും ചെയ്യും. ബട്ട് എന്താണെന്ന് അറിയില്ല. ഒരു ആനയും അങ്ങനെ ശ്രമിച്ചിട്ടേ ഇല്ല. ശ്രമിച്ചാൽ അത് കയർ പൊട്ടിയിട്ട് അത് അതിലേക്ക് ഫ്രീ ആയിട്ട് വാടക വേണം നടന്നുകൊണ്ടല്ല പോവാം. എന്താണെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അവിടെയുള്ള ഒരു പാപ്പാൻ്റെ ചോദിച്ചു, ഇതെന്ത് ഇങ്ങനെ കയർ പൊട്ടിക്കാൻ ശ്രമിക്കാത്തത്? അപ്പോൾ ആ പാപ്പാൻ ചൊല്ലി ഇത് ചെറിയിരിക്കുമ്പോൾ ഇതേ സൈസിലുള്ള കയറാൻ തന്നെയാണ് കെട്ടുന്നത്. അപ്പൊ ചെറിയല്ലോ ഒരിക്കൽ ശ്രമിച്ചപ്പോൾ അതിലേക്ക് എന്ത് കഴിഞ്ഞിട്ട എത്ര ശ്രമിച്ചോ അതിലേക്ക് കയർ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ വളർന്ന് വലുതായപ്പോൾ അതങ്ങനെ കയർ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ശ്രമിച്ചങ്ങാവട്ടെ, അന്നേച്ച് ഫസ്റ്റ് വിശ്വസിച്ചിന് അത് എന്താ അതിലേക്ക് കയ്യാലാ ചെലുത്ത ഫസ്റ്റ് വിശ്വസിച്ചിന്. അതുകൊണ്ട് അതിലേക്ക് അത് ശ്രമിച്ചിട്ട. ഇത് കേട്ടാ ആ ടൂറിസ്റ്റ് ഷോക്കായി. എന്താ ഇത്, ഈ ചെറിയ ബള്ളിക്ക് ഈ വെല്ല ആന ചെറിയ ബള്ളി പൊട്ടിക്കാൻ ഭാരി എത്ര ഭംഗിയില്ല. ഈ ആനയല്ല വില മരത്തിനെല്ലാം പൊളിച്ചിട്ടിടുന്നു. അപ്പം ഇത്ര ചെറിയ ബള്ളിനെ പൊട്ടിക്കാത്തത്. ഇതേപോലെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ ഒരിക്കൽ ഞങ്ങൾ ട്രൈ ആക്കിയപ്പോൾ ഞങ്ങൾക്ക് എന്താ അതിൽ കിട്ടിയിട്ട. അപ്പം ഞങ്ങൾ എന്താക്കുന്നു, അതിനെ അളക്കിയിട്ട് ഞങ്ങൾ വേറെ പണിക്ക് പോകുന്നു. അത് ഇനി വേണ്ടാന്ന് ഞങ്ങൾ അപ്പാസ് അതിനെ ട്രൈ ആക്കിയാൽ ഞങ്ങൾക്ക് അത് കിട്ടട്ടെ. ഞങ്ങൾ ട്രൈ ആക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ കിടാക്കാൻ നോക്കിയേ. ഇത് ഫസ്റ്റ് ഒരിക്കൽ നടന്നുകൊണ്ട് പോയിട്ട് ബീന്നാരി പിന്നെ അപ്പാസ് പേടിച്ചിട്ട് അവർ ട്രൈ ആക്കുന്നവര് പിന്നെ ബീൻ്റെ ട്രൈ ആക്കിയ പോലെ തന്നെ അവർക്ക് കറക്റ്റ് നടക്കാൻ കഴിഞ്ഞു. എക്സാമിൽ അവർക്ക് പഠിച്ചപ്പോൾ നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ അതിനെ ട്രൈ ആക്കുന്നില്ല. ഞങ്ങൾ അതിന് കിട്ടല്ല ചെലിട്ട് വിശ്വസിച്ച് ഞങ്ങൾ അതിന് എന്തോ ആക്കുന്നില്ല. അപ്പാസ് ഞങ്ങൾ ട്രൈ ആക്കിയെങ്കിൽ അത് നേരായിട്ട് ഞങ്ങൾക്ക് അത് സാധിക്കും. ട്രൈ എഗെയിൻ ആൻഡ് എഗെയിൻ. അറബിലൊരു വാക്കുണ്ട്, മഞ്ചദ്ദ വജദ. ഞങ്ങൾ എത്ര ട്രൈ ആക്കിയാൽ അത് എന്ത് ട്രൈ ആക്കിയാൽ അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക്. ഈ വീഡിയോയിൽ ഞങ്ങൾ എന്ത് വെച്ചാൽ ഞങ്ങൾ എത്ര ട്രൈ ആക്കിയോ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ഫസ്റ്റ് അതിന് അളക്കിയിട്ട് പോകാൻ കാല കുറേ ഞങ്ങൾ ട്രൈ ആക്കും. ഞങ്ങൾ ട്രൈ ആക്കിയാൽ ഞങ്ങൾ നേരെ അത് കിട്ടും. ഞങ്ങൾക്ക് ഈ സാബി ഇൻസ്പയർ ചാനലിൽ കുറേ മോട്ടിവേഷൻ സ്റ്റോറിയല്ലേ വരുന്നത്. ഈ ചാനലായിട്ട് ജാസ്റ്റ് ഇടുന്ന മോട്ടിവേഷൻ സ്റ്റോറി തന്നെ. കിടാക്കല്ല ചോടുക്കാനല്ല നല്ല 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 മോട്ടിവേഷൻ സ്റ്റോറി. പിന്നെ നിങ്ങളെ ചിരിപ്പിക്കാൻ പിന്നെ വ്ളോഗ് അങ്ങനെ കുറേ വരുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുവരേക്കും സാബി സൈനിങ് ഔട്ട്. ബൈ ബൈ. അപ്പോൾ നിങ്ങൾ ഷബിളിൻ്റെ ഈ ഒരു ആനയുടെ സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരേ ബാക്ക്ഗ്രൗണ്ട് ഒരേ സ്ഥലത്താണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്നായിരിക്കും. തീർച്ചയായിട്ടും അത് സംഭവം കറക്റ്റ് തന്നെയാണ്. കാരണം ഷബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മകനാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ സ്ലാങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുള്ളത് കർണാടകയിലെ എന്താ പറയുക വിട്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നല്ല സ്ലാങ് വ്യത്യാസമുണ്ട്. ഞാൻ കുറച്ച് ബുക്ക് റീഡ് ചെയ്യും. അതുപോലെ ഞാൻ പഠിക്കുന്നത് കാസർഗോഡ് നമ്മുടെ ഇമാം ഷാഫി കോളേജിലാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്ലാങ്ങിൽ മാറ്റം വന്നത്. ഓക്കെ, അപ്പോൾ അവൻ്റെ സ്ലാങ് നിങ്ങൾ മാക്സിമം എന്താ പറയുക ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ക്രിയേറ്റിവിറ്റി ഒക്കെ അവൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യുന്നൊക്കെ ഉണ്ട്. അടുത്ത് തന്നെ ചാനൽ തുടങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വാട്സപ്പിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഗപ്പി, മീൻ, ഫിഷ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ്റെ ചാനൽ വരികയാണെങ്കിൽ അതിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കാണും. അപ്പോൾ എന്താ പറയുക,
ലെറ്റ്സ് ഗ്രോ പ്രോഗ്രാമിൽ ഇനിയും മത്സരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ടെലിഗ്രാമിലൂടെ നിങ്ങൾ വീഡിയോ അയച്ചു തന്നാൽ മാത്രം മതി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ നീട്ടാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ നല്ല ഒരു പുതിയൊരു ബിഗിനറായ യൂട്യൂബറിനെ പ്രൊമോഷൻ ചെയ്യുന്ന ബിഗിനറായ യൂട്യൂബറിനെ പരിചയപ്പെടുന്ന വീഡിയോയിൽ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സാബി സൈനിങ് ഓഫ്.